എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിക്കണ എന്റെ നാടൻ പ്ലാവിന്റെ അരികിലാണ് കേട്ടാ. അപ്പൊ നാടൻ പ്ലാവ് എന്ന് പറഞ്ഞാൽ ഇത് കായ്ച്ചു തുടങ്ങിയിട്ട് 5 വർഷമായി. കണ്ട ചെറിയ വണ്ണം കുറഞ്ഞൊരു പ്ലാവാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇതപ്പൊ എങ്ങനെയാണ് നട്ടേന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിലെ തന്നെയുള്ള കൊമ്പിൽ ചക്ക ഉണ്ടാവൂല, ആ കൊമ്പിലെ കുരുടുത്ത് പാകി മുളപ്പിച്ച ഒരു പ്ലാവാണിട്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കൊമ്പിന്റെ വണ്ണാവുമ്പോ തന്നെ നമുക്ക് പ്ലാവ് കായ്ച്ചു കിട്ടും. അപ്പൊ നിങ്ങ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയോ. ചക്ക ഉള്ളവരൊക്കെ കൊമ്പുമ്മല് ചക്ക കാഴ്ചയെടുക്കണവര് അതിന്റെ കുരു എടുത്ത് നട്ട് കഴിഞ്ഞാല് നമുക്കൊരു 4 വർഷം കഴിയുമ്പോ തന്നെ നമുക്ക് ചക്ക കിട്ടി തുടങ്ങും. പിന്നെ സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു 5 വർഷം ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ചക്ക കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റിയായ ചക്ക തന്നെയാണ് ഈ പ്ലാവുമ്മലത്തത്. ഇഷ്ടംപോലെ ചക്ക കായ്ച്ചിരുന്നു. നമ്മ ഇത് കുറെ വിളവെടുത്തതാണ്. അപ്പൊ ഇതിപ്പോ കണ്ട താഴെ മുട്ടിയാണ് ഈ ചക്ക കിടക്കണത്. കണ്ട ഇത് ഈ 2 ചക്കയും ഇപ്പൊ പഴുത്തല്ല, ഈ മുകളിലുള്ള ചക്കയും പഴുത്തെടുക്കണേണ്. അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കണം. അപ്പൊ നിങ്ങക്ക് പ്ലാവ് എന്നൊക്കെ പറയാം, നാടൻ പ്ലാവ് എന്നൊക്കെ പറയാം, യാതൊരു പരിചരണവും വേണ്ട കേട്ടാ. നമുക്ക് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലവും ഇരിക്കണമെന്നുള്ളൂ പ്ലാവ് നടാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. കുരുവൊക്കെ പാകി മുളപ്പിച്ച പ്ലാവുകൾക്ക് നമ്മ ഒരു വളവും ഇടേണ്ട, ഒന്നും ഇടേണ്ട. അത് സമയാസമയങ്ങളിൽ എല്ലാ വർഷവും കായ്ച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നാടൻ പ്ലാവും നാടൻ മാവക്ക പിന്നെ ഒരുപാട് വർഷം നിൽക്കുകയും ചെയ്യും, ചക്ക തരുകയും ചെയ്യും. അപ്പൊ നമുക്ക് സ്ഥലമുള്ളവർക്കൊക്കെ എപ്പോഴും നാടൻ പ്ലാവ് വെക്കണ നല്ലതാണ്. കാരണം ഇഷ്ടം പോലെ തടിയുമലൊക്കെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവും. അപ്പൊ പ്ലാവിന്റെ അടുക്കലേക്ക് വന്നപ്പോ തന്നെ നല്ല സ്മെല്ലായിരുന്നു. അങ്ങനെ നമ്മ ചക്ക പഴുത്തെന്ന് അറിഞ്ഞത് നോക്കിയപ്പോ 2 ചക്കയും പഴുത്തെടുക്കുന്നതെന്ന് കണ്ട. ഭാഗ്യത്തിന് അണ്ണാനോ വവ്വാലോ ഒന്നും ഇത് കണ്ടിട്ടില്ല. അപ്പൊ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നോക്കാട്ടെ എങ്ങനെയാണെന്നുള്ളത്. നോക്കണ്ട താഴെ കാരണം നമുക്ക് വിളവെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അപ്പൊ നമുക്ക് ഇതും ഒന്ന് വിളവെടുക്കാട്ടെ, ഈ ചക്കയും കൂടി. അപ്പൊ കണ്ടിതുമല് 3 ചക്കയാണ് ഈ കൊലയിൽ ഉണ്ടായിരുന്നത്. ഇതിപ്പോ നമ്മ ഈ അടുത്ത ദിവസം വിളവെടുത്ത് ഇത് ഒരു 2 ആഴ്ചക്ക് മുമ്പ് വിളവെടുത്ത് കണ്ട. അപ്പൊ 3 ചക്ക ഒരുമിച്ചായിരുന്നു ഇതിലുണ്ട്. 3 ചക്ക ഉണ്ടായെങ്കിൽ കൂടി കണ്ട അത്യാവശ്യം വലിപ്പമുള്ള ചക്ക തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. ഈ 2 ചക്കയും നമ്മുടെ പഴുത്തിരിക്കുന്ന ചക്കകളാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കണ്ട നമ്മുടെ ചക്ക മുറിച്ചേക്കണേന്. വെള്ളമൊന്നും കയറിയിട്ടൊന്നുമില്ല, കുരുവൊന്നും അങ്ങനെ മുളച്ചിട്ടൊന്നുമില്ല. കണ്ട നല്ല ചുളകളുണ്ട, നല്ല തിക്കായ ചുളകളാണ്. പൊല്ലൊക്കെ വളരെ കുറവുള്ളൂ. കണ്ട എല്ലാം നിറച്ച് ചുളകളാണ്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പശ ഉണ്ടാവും, നാടൻ പ്ലാവ് ആകുമ്പോ പിന്നെ പശയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയാന്നുള്ളത്. വെള്ളമൊന്നും കയറിയിട്ടില്ല, നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടാ. നല്ല ചക്ക തന്നെയാണ്. പക്ഷെ ഇതിപ്പോ നമ്മുടെ തടിയിലാണ് ഇത് കായ്ച്ചിടന്നിരുന്നത് കേട്ടോ, കൊമ്പുമ്മലൊന്നുമല്ല. അപ്പൊ പ്ലാവ് നടയണമെങ്കിൽ, നാടൻ പ്ലാവുകൾ നടയണമെങ്കിൽ കൊമ്പില് കായ്ച്ചെടുക്കണ ചക്കയുടെ കുരു എടുത്ത് നട്ട് ഒന്ന് നോക്കിക്കോ. നിങ്ങക്ക് ഒരു 4 വർഷം കഴിയുമ്പോ തന്നെ കൊമ്പിന്റെ അത്ര വണ്ണം വെക്കുമ്പോ തന്നെ നിങ്ങക്ക് ചക്ക കായ്ച്ചിട്ടും. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. നമുക്ക് നാടൻ പ്ലാവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ, ഒട്ടും പരിചരണം വേണ്ട, നട്ടു കൊടുത്താൽ മതി. തനിയെ ചക്ക എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും. ഇഷ്ടം പോലെ ചക്ക ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് കറി വെക്കാനും നമുക്കിത് വറക്കാനും കറി വെക്കാനും വഴിപ്പിച്ച് കഴിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പൊ എല്ലാവരും പ്ലാവൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ട് ചക്കയൊക്കെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.